കടൽത്തിരകൾ മുത്തമിടുന്ന ഭക്തിസാന്ദ്രമായ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരിടം. ആദിപരാശക്തിയുടെ ഒരു ശക്തിരൂപമായ അറിവിന്റെയും ശക്തിയുടെയും ദേവിയായ ശ്രീ ഭദ്രകാളി കുടികൊള്ളുന്ന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകതകൾ ഇവിടെയുണ്ട്. ഒന്ന്, കടലിനും കായലിനും മധ്യയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, 2004 ആ വലിയ സുനാമി തിരകളിൽ പോലും ഇളകാതെ അത്ഭുതകരമായി ഉറച്ചു നിന്ന ക്ഷേത്രം. ഇവിടെ ഒരു ആൽമരമുണ്ട്. നമുക്ക് കാണാം ആൽമരത്തിൽ കെട്ടിയിരിക്കുന്ന മണികൾ. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതിന്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ആൽമരത്തിന് ചുറ്റും 7 വലത്തിട്ടതിന് ശേഷം മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ഇവിടെ മണി കെട്ടിയാൽ ആ ആഗ്രഹം ദേവി സാധിച്ചു തരും എന്നുള്ളത് അത്ഭുതകരമായ ഒരു വിശ്വാസമാണ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ 5 കിണറുകളുണ്ട്. കടൽ തീരത്തോട് ചേർന്ന് കിടന്നിട്ടും കിണറിൽ നിന്ന് ലഭിക്കുന്നത് ശുദ്ധജലമാണ് എന്നുള്ളത് മറ്റൊരു അത്ഭുതമാണ്. പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ് എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നമുക്ക് നേരിടാൻ കഴിഞ്ഞത്. ഇവിടെ എത്തുന്നതിന് മുൻപുണ്ടായിരുന്ന മൈൻഡല്ല ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് തോന്നുന്നത്. ഒരു എന്താ പറയുക, ഒരു വളരെ കൂളായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇത് വെറും വാക്ക് പറയുന്നതല്ല കേട്ടോ. ഒരിക്കലും ഇവിടെ വരണം. ഇവിടെ വന്ന് കണ്ട് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്കതിനെക്കുറിച്ച് മനസ്സിലാവൂ. നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനപ്പുറം നമ്മുടെ അനുഭവത്തിലൂടെയല്ലേ നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത്. എനിക്ക് ഒരു വേറിട്ട അനുഭവമാണ് ഉണ്ടായത്. എന്തായാലും ഈ ദേവീക്ഷേത്രം നമ്മുടെയൊക്കെ പരിസരത്തുണ്ടായിട്ടും ഇത്ര വൈകിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ തോന്നുന്നത്. അത്ര മനോഹരമായ ശാന്തസുന്ദരമായ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു ക്ഷേത്രമാണിത്. കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. മണികെട്ടിയ അമ്പലം എന്നും നമ്മൾ ഈ ക്ഷേത്രത്തെ വിളിക്കുന്നുണ്ട്. ഇത് കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഭാഗത്താണ്. ഇതിന്റെ കടൽ തീരത്തോട് ചേർന്നിട്ട് ഇവിടെ വരാൻ സാധിക്കുന്നവരൊക്കെ ഇവിടെ എത്തി അനുഗ്രഹം വാങ്ങുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദേവീ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.